اتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. ഏറ്റവും വലിയ ദീൻ അതാണ് ആര് ചെയ്തത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇനി 8ആണോ 20ആണോ വെച്ച് തർക്കങ്ങളും ഒക്കെ നടക്കും. റൂമിലാകെ വേറ്റർ റൂമില് സുപ്രവിരിച്ച പിന്നെ ചർച്ച അതാണ്. പിന്നാരെ മോനെ, നിനക്ക് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ നിസ്കരിക്കണ്ട, നിനക്ക് 8 മതി, നീ കുഴങ്ങണ്ട, നീച്ചു പോയിക്കോ. പക്ഷേ 20 ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഓലെ നീ നിരുത്സാഹപ്പെടുത്തണ്ട, ഒരു നിസ്കരിച്ചോട്ടെ. അത് ആര് ചെയ്ത പണിയാണ്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ 20 റക്അത്ത് നിസ്കരിക്കാൻ ഇമാമാക്കി നിർത്തിയത് ആരാണ്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് ചെയ്തത്? അദ്ദീൻ, ഏറ്റവും കൂടുതൽ ദീനുണ്ടായ മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മേലേത്തര പോയാൽ 8ഉം കിട്ടും. ഉമർ തങ്ങളുടെ ദീനിൽ അവർ ബഹുമാനപ്പെട്ടവർ കൊണ്ടുവന്ന സുന്നത്ത് സ്വീകരിക്കലും കിട്ടും. അല്ലാഹുവിന്റെ റസൂലിന് പൊരുത്താവൂലേ? അള്ളാന്റെ റസൂലിന് ഇഷ്ടമല്ലേ ഉമർ ഫാറൂഖ് തങ്ങളെ? ഉമറുൻ ഫിൽ ജന്ന, ഉമർ തങ്ങൾ സ്വർഗത്തിലാന്ന് പറഞ്ഞില്ലേ? അങ്ങനത്തെ ഒരാൾ ചെയ്ത പണി നീ എന്തിനെ എതിർക്കണം? നിനക്ക് എന്ത് ഹദീസ് അറിയാം? നീ ഏത് ഹദീസ് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്? ആയിഷ ബീവിന്റെ ഹദീസ് നീ ആരാണത് പറയാൻ? 4 മദ്ഹബിന്റെ ഇമാമുമാർ, ലക്ഷക്കണക്കിന് ഹദീസുകൾ വിശകലനം ചെയ്ത പണ്ഡിതന്മാർ, അവരെ പറ്റിയൊക്കെ നമ്മൾ എന്താ വിചാരിച്ചത്? ഒരു പുസ്തകം മനഃപ്പാടമാക്കിയ ആളുകളാണെന്നോ? 4 മദ്ഹബിന്റെ ഇമാമുമാർ, ഒരാൾക്ക് പോലും അഭിപ്രായമില്ല അത് 20ൽ താഴെയാണെന്ന്. 4 മദ്ഹബിലും 20. അതുകൊണ്ട് നമ്മൾ ഹദീസ് എടുത്തിട്ട് റോട്ടിൽ ചർച്ച ചെയ്യല്ല, ദീന് വെച്ച് കുതിര കയറല്ല. ആലിമീങ്ങൾ പറയുന്നത് കേൾക്ക്, അതാണ് നിന്റെ ജോലി. അത് പഠിക്കുന്ന ആളുകൾ പഠിച്ചവരും പറയണം. നമ്മളല്ല ഹദീസ് എടുത്തിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കേണ്ടത്. നിസ്കരിച്ചോട്ടെ, നീ എങ്ങാനും അവന്റെ ഇബാദത്ത് മുടക്കിയാൽ ആ കൂലി നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം നിനക്കാണ്. അതുകൊണ്ട് മടിയന്മാർ 8 കഴിഞ്ഞ് പോയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കുന്നവർ അതെടുത്ത് പോയിക്കോട്ടെ. അത് പറയുന്ന ആലിമീങ്ങൾ അംഗീകരിക്കുന്നവർ 8 കഴിഞ്ഞ് പോയിക്കോട്ടെ. പക്ഷേ 20 പറയുന്ന 4 മദ്ഹബിന്റെ ഇമാമുമാർ, ഈ ഉമ്മത്തിന്റെ സലഫ് സ്വാലിഹീങ്ങൾ, അവരെക്കൊന്ന് പരിഗണിക്കണ്ടേ? അവരെ പരിഗണിക്കുന്നവരെ നീ കുറ്റം പറയല്ല, അവരെ കളിയാക്കല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് സിൻസാറുൽ ഹഖ് ഹുദവി ഉയർത്തിവിട്ട വലിയ കള്ളപ്രചരണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അദ്ദേഹം തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 20 നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് നട്ടാൽ മുളക്കാത്ത നുണയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ വയ്യ. കിതാബുകളിൽ അട്ടിമറിയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കലോ മാത്രമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ 11 റക്അത്ത് നമസ്കരിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അള്ളാഹുവിന്റെ പ്രവാചകനേക്കാൾ വലിയ ആരാണ് ഇവർക്ക് ഇസ്ലാമിന്റെ പ്രമാണമായി സ്വീകരിക്കാനുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദിന്റെ 2ാം പാർട്ട് അംഗീകരിക്കാത്ത ഈ രൂപത്തിലുള്ള തെറ്റായ പ്രചരണം നടത്തുന്ന പുത്തൻവാദികളെ സംബന്ധിച്ച് നല്ല ധാരണ എന്റെ സഹോദരങ്ങൾക്ക് ഉണ്ടാവണമെന്നത് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ 11 നമസ്കരിച്ചിട്ടുള്ളൂ എന്ന് ബുഖാരിയിൽ നമുക്ക് വ്യക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് പറയുന്നു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇത് പറയുന്നു, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഇത് പറയുന്നു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇത് പറയുന്നു, സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു ഇത് പറയുന്നു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഇത് പറയുന്നു. പ്രവാചകനോട് ഇവിടെ 3 രാത്രികളിൽ നിരവധി സഹാബാക്കൾ പ്രവാചകനോടുകൂടെ ഇത് നമസ്കരിക്കുന്നു. ഇങ്ങനെ ഈ സഹാബാക്കളെക്കാൾ, അള്ളാഹുവിന്റെ പ്രവാചകരെക്കാൾ, റസൂലുള്ളാഹിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയേക്കാൾ വലിയ ആരുണ്ട് സഹോദരങ്ങളെ നമ്മുടെ തറാവീഹിന്റെ എണ്ണം നിശ്ചയിക്കാൻ നമുക്ക്? മഹാനായ ഇബ്നു ഹിബ്ബാൻ തന്റെ സഹീഹിലും ഇബ്നു ഹുസൈമ തന്റെ സഹീഹിലും ഈ കാര്യം വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിച്ചാണ്. സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഹബീൽ ഫതാബിയിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഹജർ ഹൈതമി പോലും ഈ കാര്യം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈ ഹുദബിമാരുടെ യാതൊരു വിവരവുമില്ലാത്ത, സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന, ഹദീസുകളോടും പ്രമാണങ്ങളോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഈ സമീപനത്തെ കണ്ടില്ലെന്ന് അടിക്കാൻ വയ്യ. അതുകൊണ്ട് ഈ കാര്യം സത്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, റമളാനിലും
അല്ലാത്തപ്പോഴും രാത്രിയിൽ ഇശാ നമസ്കാരത്തിന്റെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 11 റക്അത്ത് വിത്ർ നമസ്കരിക്കൽ മുസ്ലിം ലോകത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാക്കി തന്നതാണ്. റമളാനിലാണെങ്കിലും റമളാൻ അല്ലാത്തപ്പോഴാണെങ്കിലും അത് 11 അതിന്റെ പേര് വിത്ർ എന്ന് ഒറ്റയാക്കുന്നത് കൊണ്ടും രാത്രി നമസ്കാരം ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് നമസ്കരിക്കുന്നതുകൊണ്ട് തഹജ്ജുദ് എന്ന പേരിലും വിശ്രമം എടുക്കുന്നു റമളാൻ മാസത്തിൽ അതുകൊണ്ട് തറാവീഹ് എന്ന പേരിലും ഈ നമസ്കാരത്തെ, അതുപോലെ ഖിയാമുൽ ലൈലി എന്ന പേരിലും ഈ നമസ്കാരത്തെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇമാം ബുഖാരിയുടെ സഹീഹിലെ കിതാബ് തഹജ്ജുദിൽ ബാബ് ഖിയാമുൽ ലൈലിൽ ഈ തറാബീഹിന്റെ അധ്യായത്തിൽ ഇമാം ബുഖാരി കൊടുത്ത 11 റക്അത്തിന്റെ ഹദീസാണ് അവിടെയും അദ്ദേഹം എണ്ണം പറയാൻ കൊടുക്കുന്നത്. ചുരുക്കി പറയട്ടെ, ഖിയാമുൽ ലൈലി എന്ന് പറയുന്നിടത്തും തഹജ്ജുദ് എന്ന് പറയുന്നിടത്തും തറാവീഹ് എന്ന് പറയുന്നിടത്തും വിത്ർ എന്നൊക്കെ പറയുന്നിടത്തൊക്കെ ഈ ഒരേ ഹദീസാണ് മുഹദ്ദിസുകൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. മാത്രവുമല്ല, എന്റെ സഹോദരന്മാർ ഈ വിഷയത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും എത്രയെങ്കിലും നമസ്കരിച്ചോട്ടെ, 20 നിസ്കരിക്കുന്നോ 20 നിസ്കരിച്ചോട്ടെ, 20 നിസ്കരിച്ചാൽ ശിർക്കൊന്നും ആവില്ല. എന്റെ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹുദവി കേരളത്തിലെ ലക്ഷക്കണക്കായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് 11 റക്അത്തിനേക്കാൾ നമസ്കരിച്ചാൽ അത് ശിർക്കാവുമെന്നാണ് ഇവർ പറയുന്നത് എന്നാണ് ഇവരൊക്കെ വ്യംഗ്യാർത്ഥത്തിലൂടെ ജനങ്ങളെ ധരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ശിർക്ക് എന്താണ് എന്നും തൗഹീദ് എന്താണ് എന്നും അറിയാത്തതുപോലെ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ അപരാധം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇത്തരം ആളുകൾ നടത്തുന്ന ഈ കള്ളപ്രചരണങ്ങളിൽ നിന്ന്, ഈ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്ന് എന്റെ സഹോദരങ്ങൾ മാറി നിൽക്കണമെന്ന് ഉണർത്തുകയാണ്. കാരണം തറാവി ഒരാൾ 20 അല്ല 200 റക്അത്ത് നമസ്കരിച്ചാലും അത് ശിർക്കാവുമെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് വാദമില്ല. അത് ബിദ്അത്താണെന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ, അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകൾ പറയുക. പണ്ഡിതന്മാർക്കിടയിൽ ഇതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. തറാവിന്റെ റക്അത്തുകളുടെ എണ്ണത്തിൽ 14 റക്അത്ത് എന്ന് പറഞ്ഞവരുണ്ട്, 36 എന്ന് പറഞ്ഞവരുണ്ട്, 34 എന്ന് പറഞ്ഞവരുണ്ട്, 28 എന്ന് പറഞ്ഞവരുണ്ട്, 34, 24 എന്നൊക്കെ പറഞ്ഞവരുണ്ട്, 20 എന്ന് പറഞ്ഞവരുണ്ട്, 16 എന്ന് പറഞ്ഞവരുണ്ട്, 11 എന്ന് പറഞ്ഞവരുണ്ട്. ഈ ഭിന്നമായ അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. പക്ഷെ എത്ര വലിയ ഭിന്നമായ അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായാലും നമ്മെ സംബന്ധിച്ച ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റുക്കൂയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല എന്ന് അബൂ ഹനീഫ ഇമാം പറയുകയാണ്. അതുപോലെ തന്നെ പല പണ്ഡിതന്മാർക്കിടയിലും സമീ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല എന്ന് പറയുന്നു. അബൂ ഹനീഫ ഇമാം മുജ്തഹിദായ പണ്ഡിതനാണ്, മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെക്കാൾ വലിയ പണ്ഡിതൻ ആരുണ്ട് എന്ന് ചോദിച്ച ആരെങ്കിലും അദ്ദേഹം നമസ്കാരത്തിൽ റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ കൈ ഉയർത്തേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് സ്വീകരിക്കണം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ സഹോദരൻ? ഇല്ല. കാരണം എന്താ പറയുക, ഇബാദത്ത് തൗഖീഫിയാണ്. അതായത് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഇബാദത്ത്. അത് പ്രവാചകൻ പഠിപ്പിച്ചത് എങ്ങനെ, അങ്ങനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചു, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും അടക്കുക എന്ന്, അതായത് ഖുർആനിലേക്കും ഹദീസിലേക്കും അടക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദൈമാ യുരീബുക ഇലാ മാലാ യുരീബുക. നിനക്ക് സംശയമുള്ളതിനെ നീ സംശയമില്ലാത്തതിലേക്ക് മാറ്റുക. കൃത്യമായി ഉറപ്പെന്താണോ അത് സ്വീകരിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ തറാവീഹ് നമസ്കാരം എത്ര റക്അത്താണ് എന്ന് ഇമാം ബുഖാരിയുടെ സഹീഹിലെ കിതാബ് തറാവീഹ് എന്നൊരു അധ്യായമുണ്ട്. ഹുദവിമാരോട് ഞാൻ പറയുകയാണ്, സങ്കടമുണ്ട് നിങ്ങളുടെ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ. ചമ്മാട് ദാറുൽ ഹുദ അക്കാദമിയിൽ വെറും ഭാഷ മാത്രമാണോ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്? സഹീഹുൽ ബുഖാരി പഠിപ്പിക്കുന്നില്ലേ? സഹീഹുൽ ബുഖാരിയിൽ കിതാബ് തറാവീഹിന്റെ അധ്യായം എന്ന് പറഞ്ഞൊരു അധ്യായമില്ലേ? ആ അധ്യായത്തിൽ 2013 നമ്പർ ഹദീസ് എന്താ കൊടുത്തിട്ടുള്ളത്? തറാവീഹിന്റെ എണ്ണം പറയുന്ന ഹദീസ് അല്ലേ? മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. അല്ലാഹുവിന്റെ റസൂൽ റമളാനിലും അല്ലാത്തപ്പോൾ 11 റക്അത്തിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഇമാം ബുഖാരി കിതാബ് തറാവീഹിൽ കൊടുക്കുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? നമ്മുടെ ആരാധന തറാവീഹിന്റെ എണ്ണം 11 ആണോ 20 ആണോ തീരുമാനിക്കാൻ അള്ളാന്റെ ഹബീബിനേക്കാൾ വലിയ ആരുണ്ടോ ഇവിടെ എന്ന് ചിന്തിക്കേണ്ട ബാധ്യത ഈ പറയപ്പെട്ട ഉദവികൾക്കും അതുപോലെയുള്ള ആളുകൾക്കും ഉണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പച്ചക്കള്ളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുടെ പേരിൽ ആരോപിക്കാൻ കിട്ടുന്ന കച്ചിത്തുരുമ്പുകൾ മുഴുവനും പിടികൂടുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, ഈ ഹദീസ് ബുഖാരിയിലെ ഹദീസ് അത് എന്താണ്, വിത്റാണ്, മറ്റതാണ്, മറിച്ചതാണെന്നൊക്കെയാണ് ഇവര് പറയാറുള്ളത്. പറയട്ടെ, ഇമാം സുയൂത്തി ബുഖാരിയുടെ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ, തറാവി 20 ആണോ 11 ആണോ എന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ അൽ ഹബീൽ ഫതാവ് നോക്കൂ, അദ്ദേഹം പോലും ഈ ഹദീസിനെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫൽ ഹാസിലു അന്നൽ 20 ലം തസ്ബുത് മിൻ ഫൈലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അൽ ഹബീൽ ഫതാവിൽ ഇമാം സുയൂത്തി പറയാണ്, ചുരുക്കി പറഞ്ഞാൽ 20 റക്അത്ത് അള്ളാന്റെ റസൂലിന്റെ പ്രവർത്തനത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. വമാ നഖലഹു അൻ സഹീഹ് ഇബ്നു ഹിബ്ബാൻ വായത്തും ഫീമാ ദഹബനാ ഇലൈഹി. എന്നാൽ ഈ വിഷയത്തിൽ നമ്മൾ പഠനം നടത്തിയാൽ ഇബ്നു ഹിബ്ബാന്റെ സഹീഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതെന്തോ അതാണ് ഈ വിഷയത്തിൽ അങ്ങേയറ്റം നമ്മൾ പഠനം നടത്തിയാൽ നമുക്ക് ലഭ്യമാകുന്നത്. എന്താണ് തറാവിയിൽ ലഭ്യമാകുന്നത്? മിൻ തമസ്സുകിനാ ബിവാഫിൽ ബുഖാരി, ബുഖാരിയിലുള്ളത് നമ്മൾ പിടിക്കണം. എന്താണ് അതിലുള്ളത്? അന്നഹു കാന ലാ യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റസൂലുള്ളാഹി 11നേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക എന്ന് സുയൂത്തിയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് 20 സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ സ്ഥിരപ്പെട്ടിട്ടുള്ളത് എന്താണ്? 20 അല്ല 11 അത് എവിടെയാണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസ് ബുഖാരിയിലാണുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഇന്നഹു മുവാഫിഖുൻ ലഹു മിൻ ഹൈസു ഇന്നഹു സ്വല്ലത തറാവിയ 8 ثم ഔതറ ബി3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്ത് നമസ്കരിച്ച് പിന്നെ 3 റക്അത്ത് കൊണ്ട് വിത്റാക്കി എന്ന സംഭവത്തോട് ഏറ്റവും യോജിക്കുന്നതാണിത്. ഫതിൽക 11, അപ്പോൾ അത് 11 റക്അത്താണ്. സുയൂത്തി പറയുകയാണ് അൽ ഹബീൽ ഫതാവയിൽ, വമിമ്മാ യദുല്ലു ലിദാലിക അയ്ളൻ, ഇതിനെ തന്നെ അറിയിക്കുന്നതാണ്, വീണ്ടും അറിയിക്കുന്നത് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അമല അമലൻ വാളബ അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് പതിവായി ചെയ്യും. കമാ വാളബ അല റക്അത്തൈനി ലത്തൈനി ഖലാഉ മാ ബഅദൽ അസ്രി മാ ഖൗനി സ്വലാത്തി ഫീ ദാലികൽ വഖ്തി മൻഹിയൻ അന്ന. അസ്റിന്റെ സുന്നത്ത് നമസ്കാരം നമസ്കരിക്കാത്തത് പ്രവാചകൻ അസ്റിന് ശേഷം ഖലാ വീട്ടിയിട്ടുണ്ട്. അസ്റിന്റെ ശേഷം സുന്നത്ത് നമസ്കരിക്കൽ മൻഹിയാണ്, വിലക്കപ്പെട്ട സമയമാണെങ്കിൽ പോലും റസൂലുള്ളാഹി പതിവാക്കുന്നത് ഒരിക്കലും വിടാറില്ല. വലു ഫാലൽ 20 വലു മറത്തൻ. ഹുദബിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കിതാബ് നോക്കണം, കിതാബ് വായിക്കണം, പഠിക്കണം. എന്താ പറയുക? വലു ഫാല 20, റസൂലുള്ള 20 റക്അത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ വലു മറത്തൻ, ഒറ്റ പ്രാവശ്യമെങ്കിലും, വലു മറത്തൻ, ഒറ്റ പ്രാവശ്യമെങ്കിലും, വലു മറത്തൻ, ഒറ്റ പ്രാവശ്യമെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ 20 നമസ്കരിച്ചിരുന്നു ലം യത്റുഖഹാ അബദാ, ഒരിക്കലും നബി ആ 20 ഒഴിവാക്കില്ല. വലു വഖഅദാലിക, ആ തറാവി നമസ്കാരം ഒരു പ്രാവശ്യമെങ്കിലും, ഒറ്റ പ്രാവശ്യമെങ്കിലും അത് സംഭവിച്ചിരുന്നു എങ്കിൽ ലം യഖഫ അലാ ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹ അത് കാണാതെ പോവുകയില്ല. ഹൈസു ഖാലത്ത് മാ തഖദ്ദമ, മേൽ പറഞ്ഞ കാര്യം ആയിഷ ബി പറഞ്ഞപ്പോൾ, ഉദവിമാരെ നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ, ചിന്തിക്കുന്നവരാണെങ്കിൽ, പരലോകം നിങ്ങൾ വാഴ പറയാൻ മാത്രം ഉപയോഗിക്കുന്നവരല്ലെങ്കിൽ, മരിച്ചു പോകണം എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഖബറിൽ ഒറ്റക്ക് കടക്കണമെന്ന് ഓർമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇമാം ബുഖാരിയുടെ സഹീഹിനെ ഞങ്ങൾ ദുർവ്യാഖ്യാനിച്ചതല്ല. ഇമാം സുയൂത്തി ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്നു, ഇബ്നു ഹിബ്ബാനെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്നു, ഇബ്നു ഹുസൈമയെ സംബന്ധിച്ച് ഉദ്ധരിക്കുന്നു. അവരൊക്കെ പറയുന്നു മുജാഹിദുകൾ പറഞ്ഞത് ശരിയാണ്. മാത്രമല്ല നോക്കോ, തബറാനിയുടെ മൂജമുസ് സഗീറിൽ, അതുപോലെ തന്നെ തന്റെ ഫത്ഹുൽ ബാരിയിൽ വളരെ കൃത്യമായി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തൽഖീസിലും ഒക്കെ പറയുന്നത് എന്താണ്? ഇബ്നു ഹിബ്ബാനിൽ നിന്നും ഇബ്നു ഹുസൈമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം, അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമളാന 8 റക്അാത്തിൻ വ ഔതറ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൊണ്ട് റമളാൻ മാസത്തിൽ 8 റക്അത്ത് നമസ്കരിക്കുകയും പിന്നെ 3 റക്അത്ത് നമസ്കരിച്ച് വിത്റാക്കുകയും ചെയ്തു. ഫലമ്മാ കാനത്തിൽ ഖാബില, തൊട്ട ദിവസം വന്നപ്പോൾ ഇജ്തമഅനാ ഫിൽ മസ്ജിദി, ഞങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി റജൗനാ അൻ യഖ്റുജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ വേണ്ടി ഞങ്ങൾ അവിടെ കാത്തുന്നു. ഫലം നസൽ ഫീഹി ഹത്താ അസ്ബഹനാ ثم دخلنا فقلنا يا رسول الله اجتمعنا البارية في المسجد ورجونا أن تصلي بنا فقال إني خشيت أن يكتب عليكم. എന്താ പറഞ്ഞത്? നബിയെ, നിങ്ങൾ 3-ാം ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്നു, നിങ്ങളെ കാത്തിരുന്നു പള്ളിയിൽ, പക്ഷേ നിങ്ങളെ കണ്ടില്ല. നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ നേരം പുലരോളം ഞങ്ങൾ കാത്തിരുന്നു. റസൂൽ പറഞ്ഞെന്താ? ഞാൻ വരാതിരുന്നത് നിങ്ങൾക്കത് ഫർളാകുമെന്നുള്ള പേടികൊണ്ടാണ്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് തറാവി 11 നമസ്കരിക്കാൻ അള്ളാന്റെ റസൂൽ നമസ്കരിച്ചു എന്ന് ജാബിർ ഇബ്നു അബ്ദുള്ളയാണ് പറയുന്നത്. ഇബ്നു ഹുസൈമയാണ് അത് ഉദ്ധരിക്കുന്നത്, ഇബ്നു ഹിബ്ബാനാണ് ഉദ്ധരിക്കുന്നത്. ആരാ ജാബിർ ഇബ്നു അബ്ദുള്ള? അദ്ദേഹം സഹാബിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഉഹദിൽ ആദ്യമായി രക്തസാക്ഷിയായ സഹാബിയാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മകനാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ആ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ജാബിർ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, ഞങ്ങൾക്ക് റസൂലുള്ള 11 റക്അത്ത് നമസ്കരിച്ച് തറാവി നമസ്കരിച്ച് തന്നു എന്ന് കൃത്യമായി പറയുകയാണ്. പിന്നെന്താ പറയുന്നത്? പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു തമീമുദ്ദാരിയോട് 20 നമസ്കരിക്കാൻ പറഞ്ഞു എന്ന സിംസാറുൽ ഹഖ് ഉദവിയുടെ
നബിയുടെ പരാമർശം കല്ല് വെച്ച നുണയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് പറയുന്നതിൽ നമുക്ക് സങ്കടമുണ്ട്. വളരെ കൃത്യമായി ഞാൻ പറയട്ടെ, അദ്ദേഹം ഒന്നുകിൽ കിതാബുകളിൽ അട്ടിമറി നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കള്ളപ്രചരണം നടത്തുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തമീമുദ്ദാരിയോട് പറഞ്ഞത് എന്താണ് എന്ന് ഇമാം മാലിക്കിന്റെ മുവത്തയിൽ 248 നമ്പർ ഹദീസിൽ നമുക്ക് കാണാം. അൻ സായിബ് ഇബ്നു യസീദ് അന്നഹു ഖാൽ അമറ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സായിബ് ഇബ്നു യസീദ് പറയുകയാണ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. ആരോട്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവോട് കൽപ്പിച്ചു. വതമീം അദ്ദാരിയ, തമീം അദ്ദാരി റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചു. അയ്യഖൂമ ലിന്നാസി ബി11 റകഅ, ജനങ്ങൾക്ക് 11 റകഅത്ത് നമസ്കരിച്ചുകൊണ്ട് തറാവീഹ് നമസ്കരിക്കാൻ കൽപ്പിച്ചു. ജനങ്ങൾക്ക് 11 റകഅത്ത് നമസ്കരിച്ച് ഇമാം നിൽക്കാൻ കൽപ്പിച്ചു. ആരോട് കൽപ്പിച്ചു? തമീം അദ്ദാരിയോട് കൽപ്പിച്ചു. ഉബയ്യ് ഇബ്നു കഅബിനോട് കൽപ്പിച്ചു. ആര് കൽപ്പിച്ചു? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു എന്ന് വളരെ കൃത്യമായി ഇമാം മാലിക്കിന്റെ മുവത്തയിൽ സ്വഹീഹായ പരമ്പരയിലൂടെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണിത്. ഇങ്ങനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. ഈ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആരാണ്? എന്തൊക്കെയാണോ സിംസാറുൽ ഹഖ് ഉദവിക്ക് ഉമറുൽ ഫാറൂഖിനെ പറ്റി മധു പറയാനുള്ളത്, ആ മധു ഒക്കെ തന്നെ ഞങ്ങൾക്കും പറയാനുണ്ട്. അക്കണ്ട മധു ഒക്കെയുള്ള ഉമർ. ഇദാ സലക ഉമർ ഫീ ഫജ്ജിൻ സലക ശൈത്താൻ ഫീ ഫജ്ജിൻ ആഖർ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ വേറെ വഴിയിൽ പോകും. ഉമറുൽ ഫാറൂഖിന്റെ വഴി 11ന്റെ വഴിയാണ്. അതിന്റെ അപ്പുറത്തേക്ക് പോയവർ ആരാണ് എന്ന് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ് എന്ന അസറുണ്ടല്ലോ, അത് ദുർബലമാണ്. യസീദ് ഇബ്നു റോമാനിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവം ഇമാം ഐനിയുടെ ഉംദത്തുൽ ഖാരി നോക്കിക്കോ, അതിന്റെ സനദ് മുൻകത്തിയാണ്, പരമ്പര മുറിഞ്ഞതാണ്. ഇമാം നവവിയുടെ മജ്മു നോക്കിക്കോ, അത് കൊള്ളാവുന്ന റിപ്പോർട്ടല്ല. ഹാഫിളുസ് സൈലഖിയുടെ നസ്ബുർ റായ നോക്കിക്കോ, അതും കൊള്ളാവുന്ന റിപ്പോർട്ടല്ല എന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടും പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഹുദവിമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സങ്കടമുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എതിരെയുള്ള കടന്നുകയറ്റമാണെന്ന് ഉണർത്തുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തറാവീഹിന്റെ കാര്യത്തിൽ നടത്തിയ ഒരു പുനരുദ്ധാന പരിപാടി ഉണ്ടായിട്ടുണ്ട്. എന്താണ്? റസൂലുള്ളാഹിക്ക് ശേഷം സിദ്ദീഖുൽ അക്ബറിന്റെ കാലത്തും ഉമറുൽ ഫാറൂഖിന്റെ ഖിലാഫത്തിന്റെ ആരംഭത്തിലുമൊക്കെ സഹാബാക്കൾ ഒറ്റക്കായും ചെറുസംഘങ്ങളായും തറാവീഹ് നമസ്കരിക്കുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും ഒരു ഇമാമിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടി എന്നുള്ളത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇത് നല്ല ബിദ്അത്താണ് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ് നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, അറാദൽ ബിദ്അത്തൽ ലുഗ്വിയ, ഭാഷാപരമായ ബിദ്അത്തിനെയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. വഹുവ മാ ഫഉല അലാ ഗൈരി മിസാലിൻ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുൻ പ്ലാൻ ഇല്ലാത്തത് എന്നാണല്ലോ അർത്ഥം. വലൈസത്ത് ബിദ്അത്തൻ ശറയ്യ, ഇവിടെ ശറയ്യ ബിദ്അത്തല്ല. കാരണം എന്താണ്? അള്ളാന്റെ റസൂല് സഹാബാക്കൾക്ക് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 റക്അത്ത് തറാവീഹ് നമസ്കരിച്ച് കാണിച്ചു തന്നു എന്ന് ഇബ്നു ഹിബ്ബാനും ഇബ്നു ഹുസൈമയും റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടു. മാത്രമല്ല ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിനെ മഹാന്മാരായ ഇബ്നു ഹജർ അൽ ഹൈതമി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞെന്താ, വമൻ ഖസ്സമഹാ ഇല വമൻ ഖസ്സമഹാ മിനൽ ഉലമാഇ ഇലാ ഹസനിൻ വഗൈരി ഹസനിൻ, അതായത് നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന ഉമറുൽ ഫാറൂഖിന്റെ പരാമർശം അവിടെ ലൗവിയ ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് പറയുകയാണ്. ഇത് ചില പണ്ഡിതന്മാർ ബിദ്അത്തിനെ ഹസനത്ത് എന്നും വൈര ഹസന എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ബിദ്അത്ത് ഹസന എന്ന് പറഞ്ഞിടത്ത് അൽ ബിദ്അത്തൽ ലുഗ്വിയ, ഭാഷാപരമായ ബിദ്അത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ശറയ്യ ബിദ്അത്തോ അത് മുഴുവനും ലലാലത്താണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക, നല്ല ബിദ്അത്ത്, നല്ല കാര്യം എന്ന് പറഞ്ഞ് ബിദ്അത്തിന്റെ പേരിൽ അട്ടിമറിയും കൃത്രിമവും നടത്തുന്ന ഹുദവിമാർക്ക് പണ്ഡിതന്മാരുടെ കിതാബുകൾ വായിക്കണമെന്നുള്ള സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ നൽകാനുള്ളത്. മാത്രമല്ല സഹോദരങ്ങളെ, ഇവിടെ 20 നമസ്കരിച്ചു, 23 നമസ്കരിച്ചു, എന്താണ് സംഭവിക്കുക? ശിർക്കൊന്നും സംഭവിക്കൂല, കുഫ്റൊന്നും സംഭവിക്കൂല, നിസ്കരിച്ചോ. സഹോദരങ്ങളെ, ആ പറയുന്നത് 20 നമസ്കരിച്ചാൽ ശിർക്കാണെന്ന് ഞങ്ങൾ പറയുന്നു എന്നാണ്. അത് പച്ച കള്ളമാണ്. ഒരു പണ്ഡിത ധർമ്മത്തിന് ഒട്ടും യോജിക്കാത്ത പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തറാവീഹ് 2000 റക്അത്ത് നമസ്കരിച്ചാലും അത് ശിർക്കാണെന്ന് മുജാഹിദുകൾക്ക് ആർക്കും വാദമില്ല. പിന്നെ അത് ബിദ്അത്താണ്
ബിദ്അത്താണ്, തെറ്റാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ പ്രവർത്തനത്തിന് എതിരാണ്, ആയിഷ ബീവി പഠിപ്പിച്ചതിന് എതിരാണ്, സഹാബിയ ജാബിർ ബിൻ അബ്ദുള്ള പഠിപ്പിച്ചതിന് എതിരാണ്, സഹാബിയ സായിബിൻ യസീദ് പഠിപ്പിച്ചതിന് എതിരാണ്, അതുപോലെ ഇമാം സുയൂത്തിക്കെതിരാണ്, ഇബ്നു ഹൈത്തമിക്കെതിരാണ്, ഇബ്നു ഹിബ്ബാന് എതിരാണ്, ഇബ്നു ഹുസൈമക്ക് എതിരാണ്. ഇങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരും സഹാബത്തും അള്ളാന്റെ റസൂലും തന്നെ പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും എതിരാണ്. ആ എതിർ പ്രവർത്തിച്ചാൽ എന്താണോ മൗലിയമാരുടെ മസാല പ്രകാരം കിട്ടുക അത് കിട്ടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല സഹോദരങ്ങളെ, ഇബാദത്തിന്റെ കാര്യം എന്താണ്? അത് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചാൽ എന്താണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല 8 കൂടുതലെന്ന് നിസ്കരിച്ചാൽ കൂടുതൽ കൂലി കിട്ടുമെന്നാണോ പറയുന്നത്? അല്ല, കൂടുതലാക്കിയാലും കുറച്ചാലും ഒരേ തെറ്റ് തന്നെയാണ്. ഒരാൾ ളുഹുർ നമസ്കാരം 5 റക്അത്ത് നമസ്കരിച്ചവന്റെ വിധി എന്താണ്? ളുഹുർ നമസ്കാരം 3 റക്അത്ത് നമസ്കരിച്ചവനുള്ള വിധി തന്നെയാണ്. 3-ാം റക്അത്തിൽ സലാം വീട്ടി ഞാൻ ഇത്രയും നമസ്കരിക്കുള്ളൂ എന്ന് ഒരാൾ പറഞ്ഞാൽ അവന്റെ നമസ്കാരം സ്വഹിയാവാത്തതുപോലെ ളുഹുർ നമസ്കാരം ഞാൻ 5 റക്അത്ത് നമസ്കരിക്കും എന്ന് പറഞ്ഞാൽ അവന്റെ നമസ്കാരവും സ്വഹിയാവൂല. എന്നതുപോലെ അള്ളാന്റെ റസൂലിൽ നിന്ന് 11 റക്അത്താണെന്ന് വ്യക്തമായിട്ടും ഞാൻ നമസ്കരിക്കുക 20 തന്നെയാണെന്ന് പറഞ്ഞാൽ അവന്റെ വിധി എന്താണ്? ളുഹുർ നമസ്കാരം 4 ഒരാൾ 3 റക്അത്ത് നമസ്കരിച്ചു, മറ്റൊരാൾ 5 റക്അത്ത് നമസ്കരിച്ചു. എന്നാൽ 5 നമസ്കരിച്ചവന് പ്രത്യേകം പുണ്യമില്ല, 5 നമസ്കരിച്ചവന് 3 നമസ്കരിച്ചവന്റെ അതേ തെറ്റ് തന്നെയാണ് അവരിലും സംഭവിച്ചിട്ടുള്ളത്. എന്ന പണ്ഡിതന്മാരുടെ പരാമർശമാണ്. കൂടുതലാക്കിയവന് കുറച്ചവന്റെ അതേ സ്ഥാനത്താണ് എന്ന പണ്ഡിതന്മാരുടെ പ്രഖ്യാപനമാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല നോക്കൂ, നിങ്ങളൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരാൾ വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താ? പിന്നെ ഇബ്നു അബ്ബാസിനോട് ഇന്നി വസായിബുല്ലി കുന്നാ ഫീ സഫറിൻ ഫകുന്തു ഉതിമ്മു വകാന സ്വഹാബി യുഖസ്സിറു. അദ്ദേഹം പറയാണ്, ഞങ്ങൾ രണ്ടുപേരും യാത്രയിലായിരുന്നു. അങ്ങനെ യാത്രയിലായപ്പോൾ എന്റെ കൂട്ടുകാരൻ നമസ്കാരം 4 റക്അത്തുള്ളത് ചുരുക്കി 2 റക്അത്താക്കി നമസ്കരിക്കും, നബി അളവ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഞാനാണെങ്കിലോ 4 റക്അത്തുള്ളത് 4 നമസ്കരിക്കും, ചുരുക്കി നമസ്കരിക്കില്ല. ആ സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മറുപടി എന്താണെന്നോ? നിങ്ങൾ മറന്നു പോകരുത്, കൃത്യമായി ഇത് ചിന്തിക്കേണ്ടതുണ്ട്, അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യാത്രയിൽ 4 റക്അത്ത് ചുരുക്കി 2 ആക്കി നമസ്കരിക്കുന്നു ഒരുത്തൻ, ഒരാൾ 4 റക്അത്തും പൂർത്തിയാക്കി നമസ്കരിക്കുന്നു. ആ സന്ദർഭത്തിൽ പൂർത്തിയാക്കി നമസ്കരിച്ചവനോട് ഇബ്നു അബ്ബാസ് പറഞ്ഞത് ബൽ അംതല്ലദീ കുൻത തുഖസ്സിറു വസായിബുകല്ലദീ കാന യതിമു. നീ 4 റക്അത്ത് നമസ്കാരം ളുഹർ യാത്രയിൽ 4 ആക്കി നമസ്കരിച്ചപ്പോൾ നീ നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു. എന്നാൽ 4 റക്അത്ത് 2 ആക്കി ചുരുക്കി നമസ്കരിച്ച ആള് നമസ്കാരത്തെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ പ്രഖ്യാപനമാണ് ഈ സന്ദർഭത്തിലും എന്റെ സഹോദരങ്ങളോട് ഉണർത്താനുള്ളത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ പറയട്ടെ, ആരാധനകൾ എണ്ണം കൂടിക്കഴിഞ്ഞാൽ കൂലി കിട്ടും, അങ്ങനെയല്ല. ആരാധനയിൽ അള്ളാന്റെ റസൂലിനോടുള്ള ഇത്തിബാഉണ്ടോ ആ ഇത്തിബാഇനാണ് കൂലി. ബിദ്അത്തായ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കില്ല. മാത്രമല്ല ഇത് തെറ്റാണെന്നും ബിദ്അത്താണെന്നും ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? അനവധി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ സൻആനി അദ്ദേഹം പറഞ്ഞു അന്ന അദദുൽ 20 ഫി തറാവീഹി ബിദ്അത്തുൻ. തറാവീഹി 20 നമസ്കരിക്കുന്നത് ബിദ്അത്തായ കാര്യമാണ് എന്ന് സുബുൽ ഇസ്ലാമിൽ കാണാം. മാത്രമല്ല ഇബ്നുൽ അറബി അദ്ദേഹം ലോകത്ത് മുജ്തഹിദുകളുടെ സ്ഥാനത്തെത്തിയ ഫഖീഹാണ്, മാലിക്കി മദ്ഹബിലെ പ്രമുഖനായ ഫഖീഹാണ്. ഇബ്നുൽ അറബി അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്താണ്? തറാവി 11 റക്അത്ത് നമസ്കരിക്കലാണ് സ്വഹീഹായിട്ടുള്ളത്. സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ നമസ്കാരം. എന്നാൽ ഫഅമ്മാ വൈറുദാലിക 11 റക്അത്ത് അല്ലാത്ത നമസ്കാരം ലാ അസില ലഹു അതിനൊരു അടിസ്ഥാനവുമില്ല, അതിനൊരു രേഖയുമില്ല. ഫവജബ അപ്പോൾ നമുക്ക് നിർബന്ധമായി ഈ തറാവീന്റെ വിഷയത്തിൽ അള്ളാന്റെ റസൂലിനെ പിന്തുടരൽ നിർബന്ധമായി. അള്ളാന്റെ റസൂൽ 11 നമസ്കരിച്ചത്, ആ 11 റക്അത്താണ് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത് ചെയ്യൽ നിർബന്ധമായി എന്ന് മാലിക്കി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഫഖീഹായ ഇബ്നുൽ അറബി അദ്ദേഹം ഇജ്തിഹാദിന്റെ മർത്തബയിലേക്ക് എത്തിയ ആദരണീയനായ പണ്ഡിതനാണ് എന്നതിൽ ആർക്കാണ് തർക്കമുള്ളത്? മാത്രമല്ല സഹോദരങ്ങളെ, ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ഫതാവൽ കുബ്ര അദ്ദേഹത്തോടൊരു ചോദ്യം, ഹൽ സഹ ഔ വറദ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലത്ത തറാവിഹ 20 റക്അ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തറാവി 20 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം അതിന് അദ്ദേഹം മറുപടി നൽകുന്നത് ലം യസിഹ ദാലിക, റസൂലുള്ളാഹി 20 നമസ്കരിച്ചു എന്ന് സഹിഹായി സ്ഥിരപ്പെട്ടിട്ടില്ല. വ അമ്മാ മാ വറദ മിൻ തുറുഖിൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റക്അത്തൻ വൽ വിത്ര, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റക്അത്തും വിത്റും നമസ്കരിച്ചു, 23 റക്അത്ത് നമസ്കരിച്ചു എന്ന് വിവിധ മാർഗങ്ങളിലൂടെ വന്നിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടല്ലോ. ഫവ ശദീദുൽ മുഅ്ഫി, അത് ശക്തമായ ദുർബലമായ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ തള്ളിക്കളയുന്നതാണ്. ഏത് 23 റക്അത്ത് നമസ്കരിച്ചു എന്ന് ഏതെല്ലാം റിപ്പോർട്ടിലൂടെ വന്നിട്ടുണ്ടോ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഉദവിമാർ തമീമുദ്ദാരിയെ സംബന്ധിച്ച് കള്ളം പറഞ്ഞു. ഇനി ആ റിപ്പോർട്ട് എന്തോ ആവട്ടെ, ഇബ്നു ഹജറുൽ ഹൈതമി പറയുന്നു അപ്പോൾ ഭിന്നമായ മാർഗങ്ങളിലൂടെ വഴികളിലൂടെ വന്നിട്ടുള്ളത് എന്ത്? അന്നഹു കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി റമളാന 20 റക്അത്തൻ വൽ വിത്ര, റസൂലുള്ളാഹി റമളാനിൽ 20 റക്അത്തും 3 റക്അത്ത് വിത്റും നമസ്കരിച്ചു എന്ന് എങ്ങനെ എന്തെല്ലാം റിപ്പോർട്ട് വന്നിട്ടുണ്ടോ ശദീദുൽ മുഅ്ഫി, അത് മുഴുവനും ശക്തമായ ദുർബലമായ റിപ്പോർട്ടുകളാണ്. വമിമ്മാ യറുദ്ദുഹു, അതിനെ തള്ളിക്കളയുന്നതാണ് മാ സഹ അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് സഹിയായി വന്ന റിപ്പോർട്ട്. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? ലം യസിദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്തിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇവരെന്തൊക്കെ കൊണ്ടുവന്നോ അത് മുഴുവനെയും തള്ളിക്കളയുന്നതാണ്. ആരാണത് അള്ളാന്റെ റസൂലിനേക്കാൾ വലിയവൻ? ആരാണ് അള്ളാന്റെ റസൂലിനേക്കാൾ വലിയവൻ? ഏത് ഹുദവിക്കാണ് അള്ളാന്റെ റസൂലിനേക്കാൾ വലിയ ഒരാളെ കൊണ്ടുവന്നിട്ട് തറാവി 23 നമസ്കരിക്കാൻ അധികാരമുള്ളത്? അള്ളാന്റെ റസൂലിനേക്കാൾ വലിയൊരു റസൂൽ ആരാണുള്ളത് ഇവർക്ക്? എവിടുന്നാണ് ഇവർക്ക് ലഭ്യമായിട്ടുള്ളത്? ഈ പച്ച കള്ളം പറഞ്ഞ് മുസ്ലിം ലോകത്തിന്റെ കർമ്മ മേഖലകളെ വികലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇവരെ കരുതിയിരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. മാത്രമല്ല നോക്കൂ നിങ്ങൾ, ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്രയിൽ പറയുക, നാം റവബിന് ഇബ്നു ഹുസൈമയും ഇബ്നു ഹിബ്ബാനും റിപ്പോർട്ട് ചെയ്തു ഫീ സഹീഹ് ബാബിയുടെ സഹീഹിൽ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വല്ലാ ബിഹിം 8 റക്അത്തിൻ സുമ്മ ഔതറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബകളെ കൊണ്ട് 8 റക്അത്ത് നമസ്കരിച്ചു, പിന്നീട് 3 റക്അത്ത് നമസ്കരിച്ചു, വിത്റും നമസ്കരിച്ചു എന്നുള്ളത് ഫതാവൽ കുബ്രയിൽ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമിയെ സംബന്ധിച്ച് അറിയാമല്ലോ. പട്ടിക്കാട് കോളേജിൽ അദ്ദേഹത്തിന്റെ ത്വഹ്ഫയാണ് പഠിപ്പിക്കുന്നത്. കേരളത്തിലുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ് ഫത്വക്ക് കൊടുക്കാറുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്ര, അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസിയയിലുള്ള പരാമർശമാണല്ലോ പെണ്ണ് എയ്ത്ത് പഠിക്കുന്നതുമായി സംബന്ധിച്ച് അതിന്റെ പേരിൽ സമസ്ത മുശാവറ ഫത്വയും ഇറക്കിയ കഥ നമുക്കറിയാമല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ. അപ്പൊ ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഇവിടെ കളവാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇനി മാത്രവുമല്ല, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിന് എതിരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 20ന്റെ ഏതൊക്കെ ഹദീസുകൾ 20 നമസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ഹദീസുകൾ ഇവരെ പറയുന്നു അതൊക്കെ ബുഖാരിയുടെ ഹദീസിന് എതിരാണ്. ബുഖാരിയുടെ ഹദീസിനെതിരാണെന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ പ്രവർത്തനത്തിന് എതിരാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതിന് എതിരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മാത്രമല്ല നോക്കൂ നിങ്ങൾ, 20ന്റെ ഹദീസുകൾ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും, ബൈഹഖിയിൽ കാണാൻ കഴിയും, അതുപോലെ തന്നെ അബൂ ശൈബ റിപ്പോർട്ടഡായിട്ട് കാണാൻ കഴിയും. എന്താണ്? കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി റമളാന 20 റക്അ വൽ വിത്ര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ 20ഉം അതുപോലെ തന്നെ 3 വിത്റും നമസ്കരിച്ചു. ലഈഫാണത്. അതിന്റെ പരമ്പരയിൽ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ ഉണ്ട്. മഹാനായ ഹാഫിദുദ്ദീൻ പറയുന്നു അദ്ദേഹം മത്റൂഖാണ്, തള്ളപ്പെടേണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ അത്തഖരീബിൽ ബൈഹഖി പറയുന്നു അദ്ദേഹം ദുർബലനാണ്. ഹൈസമി പറയുന്നു അദ്ദേഹത്തിന്റെ മജ്മുഉ സവായിദിൽ അദ്ദേഹം ദുർബലനാണ്. ഇബ്നു മഅീൻ പറയുന്നു അദ്ദേഹം സിഖത്തല്ല. ഇമാം ബുഖാരി പറയുന്നു അദ്ദേഹം സഖത്തു അന്നു. പണ്ഡിത ലോകം അദ്ദേഹത്തെ കുറിച്ച് സാഹിത്യങ്ങളാണെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് എന്താണെന്നറിയോ? ബുഖാരി ഇമാം റസൂലുള്ളാഹി 20 നമസ്കരിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ പരമ്പരയിലുള്ള ഇബ്രാഹിം ഇബ്നു ഉസ്മാനെ സംബന്ധിച്ച് ഇമാം ബുഖാരി പറഞ്ഞു സഖത്തു അന്നു എന്ന് പറഞ്ഞെങ്കിൽ ഇബ്നു കസീർ പറയാണ് ഇന്നമൻ യഖൂലുൽ ബുഖാരിയു ഫീഹി സഖത്തു അന്നു, ഏതെങ്കിലും ഒരാളെ സംബന്ധിച്ച് ഇമാം ബുഖാരി സഖത്തു അന്നു, പണ്ഡിതന്മാർ അദ്ദേഹത്തെ സംബന്ധിച്ച് മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ യകൂനു ഫീ അദ്നൽ മനാസിലി വഅർദലി ആഇൻദഹു, അദ്ദേഹം ബുഖാരി ഇമാമിന്റെ അടുക്കൽ ആ റിപ്പോർട്ടർ ഏറ്റവും നിന്ദ്യനാണ്. വലിദാലിക, അതുകൊണ്ട് ഞാൻ പറയുന്നു ഫഇന്നി അറാ അന്ന ഹദീസഹു, ഈ മനുഷ്യന്റെ ഹദീസ് ഫീ ഹുക്മിൽ മൗദൂഇ, കല്ല് വെച്ച നുണയുടെ വിധിയിലാണ്. ലിമുആറവതി ലി ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ,
ഇബ്നു കതീർ പറയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിനോട് എതിരായി. ഇബ്നു കതീറിനെ നമുക്കറിയാലോ, തഫ്സീറാണല്ലോ അദ്ദേഹത്തിന്റെ, അൽ ബിദാഅത്ത് വന്നിയ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥമാണല്ലോ, മൗലവിമാർക്ക് അറിയാത്ത പണ്ഡിതനല്ലല്ലോ. ആ ഇബ്നു കതീർ പറയാണ് ഇമാം ബുഖാരി ഒരു റിപ്പോർട്ടർ സംബന്ധിച്ച് സഖത്തു അന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മൗലൂഇന്റെ സ്ഥാനത്താണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഇബ്രാഹിം ബിൻ ഉസ്മാൻ എന്നാണ് ഈ റിപ്പോർട്ടറുടെ പേര്. നബി 23 നമസ്കരിച്ചു എന്ന് പറഞ്ഞ ഈ റിപ്പോർട്ടർ ബുഖാരി അദ്ദേഹത്തെ സംബന്ധിച്ച് സഖത്തു അന്നു, പണ്ഡിതന്മാർ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, മിണ്ടാതെ പോയിരിക്കുകയാണ്. അവരുടെ നാവ് അദ്ദേഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് എന്ന രൂപത്തിൽ ബുഖാരി പറഞ്ഞാൽ ആ ഹദീസ് മൗദൂആണ്, കല്ലുവെച്ച നുണയാണ്. എന്നിട്ട് ഇബ്നു കതീർ പറയുന്നു ലിമുആറളതിഹി ലിഹദീസി ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിനോട് എതിരായി, വജാബിറിൻ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനോട് എതിരായി. അല്ലാഹുവിന്റെ റസൂൽ 11 നമസ്കരിച്ചു എന്ന് ആയിഷ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ 11 റക്അത്ത് നമസ്കരിച്ചു എന്ന് ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ പറഞ്ഞതിനോട് എതിരായി ഇദ്ദേഹം ഒരു ഹദീസ് 23 നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അത് കളവാണ്, കല്ലുവെച്ച നുണയാണ്. കമാ സബക അനിൽ ഹാഫിളൈനി സൈലഗി വൽ അസ്കലാനി, ഹാഫിളു സൈലഗിയും ഹാഫിള് ഇബ്നു ഹജറുൽ അസ്കലാനിയും ഒക്കെ വളരെ കൃത്യമായി ഇത് പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ഇമാം ദഹബി പറയുകയാണ് വമൻ യുകദ്ദിബു മിസ്ല ശുബ ഫലാ യുൽതഫതു ഇലാ ഹദീസിഹി. ഈ പറഞ്ഞ ഇബ്രാഹിം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ റിപ്പോർട്ടിൽ അബൂ ശൈബ ഇബ്രാഹിം ബിൻ ഉസ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ കളവാക്കപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് കള്ളൻ എന്ന് പറയുന്നത് പോലെ ആരെയെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹദീസിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. അങ്ങനെ കൃത്യമായിക്കൊണ്ട് ഇബ്നു കസീറും ഇമാം ദഹബിയും അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ കൃത്യമായി പറയുക. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചു നോക്കുക. തറാവി നമസ്കാരം എത്രയെങ്കിലും നമസ്കരിച്ചോട്ടെ എന്ന് പറയാൻ ആരാണോ ഇവർക്കൊക്കെ അധികാരം നൽകിയിട്ടുള്ളത്? അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് ആയിഷ ബീവിയെ മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹാ 11 വർദ്ധിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ പ്രമാണം ആരാണ്? ഇസ്ലാമിന്റെ പ്രമാണം ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഹുദവിമാരോട് ഞങ്ങൾ വെല്ലുവിളിയുടെ ഭാഷയിൽ ചോദിക്കുകയാണ്, തറാവീഹ് 23 ആണെന്നുള്ളതിന് ഇസ്ലാമിന്റെ 4 പ്രമാണങ്ങളിൽ ഒരു പ്രമാണം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അള്ളാന്റെ റസൂൽ 11 നമസ്കരിച്ചു എന്നിടത്തേക്ക് ഏത് മുജ്തഹിദായ ഇമാമിനെയാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? 4 മദ്ഹബിന്റെ ഇമാമുകൾ എന്ന് പറഞ്ഞു. അള്ളാന്റെ ഭൂമിയിൽ മുജ്തഹിദുകളായ ഇമാമുകളെ പോലെ, ഇമാം ഷാഫി പോലെ, അബൂ ഹനീഫ പോലെ, അഹ്മദ് ബിൻ ഹംബൽ പോലെ, അബൂ ഹനീഫത്തുൽ കൂഫി പോലെയുള്ള 10,000 പണ്ഡിതന്മാർ, ഇമാം നഖഈ, ഔസായി, അവരൊക്കെ മുജ്തഹിദുകളാണ്. അതുപോലെ എത്രയോ പണ്ഡിതന്മാർ കടന്നു പോയിട്ടുണ്ട്. ആ പണ്ഡിതന്മാരെല്ലാവരും അക്കാലത്തുള്ളവർ മുഴുവനും 20 ആണെന്നുള്ളതിന്റെ മേൽ ഇജ്മാ ആണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇജ്മാനെ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? ഖുർആനിലില്ല, ഹദീസിലില്ല, ഇജ്മായിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, ഖിയാസ് കൊണ്ട് സ്ഥാപിക്കാനും കഴിയില്ല. ഏതടിസ്ഥാനത്തിലാ പൊന്നുമക്കളെ നിങ്ങൾ ദീൻ പറയുന്നത്? ഇസ്ലാമിന്റെ പ്രമാണം നിങ്ങളുടെ കയ്യിൽ എന്താ? ഇമാമാണോ? ഇമാം ഷാഫിയാണോ നിങ്ങൾ തെളിവ്? ഇമാം ഷാഫിയാണ് നിങ്ങൾക്ക് തെളിവെങ്കിൽ സുബഹിക്ക് അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം പറയില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാ ഇമാം ഷാഫി പറഞ്ഞത്. ലാ ഉഹിബ്ബു തസ്രീബ ഫി സുബ്ഹി വലാ ഫി ഗൈരിഹാ ലിഅന്നഹാ മഹ്ദൂറത്തുൻ ലം യഹ്തിഹാദാ എന്ന് ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നു. ഹുദവിമാർ സുബഹിന്റെ ബാങ്കിൽ നിന്ന് അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം മാറ്റിവെക്കുമോ? അബൂ ഹനീഫ ഇമാം പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിങ്ങൾ നമസ്കാരം, അസ്ർ നമസ്കാരം 5 മണിയാവാതെ ബാങ്ക് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ബാങ്ക് കൊടുക്കുമോ 5 മണി വരെ നീക്കി വെക്കുമോ? മാത്രമല്ല അബൂ ഹനീഫ ഇമാം പറഞ്ഞു, ബാത്റൂമിൽ പോയി മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ അത് കൈകൾ നിർബന്ധമൊന്നുമില്ല, കൈകൾ സുന്നത്തേ ഉള്ളൂ, അത് കൈകൾ നിർബന്ധമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ബാത്റൂമിൽ കയറി മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൈകാതെ നമസ്കരിക്കാൻ ആർജവം കാണിക്കുമോ ഹുദവിമാരെ നിങ്ങൾ? ഇസ്ലാമിന്റെ പ്രമാണം ഇവരല്ല. അബൂ ഹനീഫ പറഞ്ഞു, ഹറാമുൻ ഹറാമൻ ലം യഅരിഫ് ദലീലൻ യുഫ്തി ബികലാമി. ഞാനൊരു ഫത്വ പറഞ്ഞാൽ, തറാവി 20 ആണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ വാക്കിന് തെളിവ് നോക്കാതെ നിങ്ങളത് സ്വീകരിക്കുന്നത് ഹറാമാണെന്ന് അബൂ ഹനീഫ ഇമാം കൃത്യമായി പറഞ്ഞത് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഉദവിമാരെ, കണ്ണുണ്ടെങ്കിൽ, തലച്ചോറുണ്ടെങ്കിൽ, ബുദ്ധിയുണ്ടെങ്കിൽ, പരലോകത്തെക്കുറിച്ച് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കുക ഈ പണ്ഡിതന്മാരുടെ പ്രഖ്യാപനങ്ങൾ. ആ ഇമാമുകൾ ഇല്ല, അവർ സമ്മതിക്കില്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞത് അന്തമായി അനുകരിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അള്ളാന്റെ ഹബീബ് പ്രവർത്തിച്ചൊരു കാര്യം സ്ഥിരപ്പെട്ടത്. അള്ളാന്റെ ഹബീബിന്റെ പ്രിയപത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു
റളിയല്ലാഹുവിനെ പഠിപ്പിച്ച കാര്യം, റസൂലുള്ളാഹിയുടെ സഹാബി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിനെ പഠിപ്പിച്ച കാര്യം, റസൂലുള്ളാഹിയുടെ സഹാബി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനെ പഠിപ്പിച്ച കാര്യം, റസൂലുള്ളാഹിയുടെ സഹാബി തബീബ് ഉദ്ധാരി പഠിപ്പിച്ച കാര്യം, റസൂലുള്ളാഹിയുടെ സഹാബി ജാബിർ ഇബ്നു അബ്ദുള്ള പഠിപ്പിച്ച കാര്യം ഈ രൂപത്തിൽ കൃത്യമായി സ്ഥിരപ്പെട്ടിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഇമാമുണ്ട് മറ്റേ ഇമാമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്ത് എത്രയും നമസ്കരിച്ചോ എന്ന് പറഞ്ഞ് ഫ്രീ പാസ് കൊടുക്കുന്ന ഹുദവിമാരെ പരലോകം നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളതല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ തറാവീഹ് നമസ്കാരം മുത്തലക്കൻ സുന്നത്ത് നമസ്കാരം പോലെയാണോ? ഒരു കാരണവുമില്ലാത്ത സുന്നത്ത് നമസ്കാരം പോലെയാണോ? അങ്ങനെയാണെങ്കിൽ എത്രയും ആക്കാമായിരുന്നു. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11നേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ച സ്ഥിതിക്ക് ഹുദവിമാരെ, നിങ്ങൾ ഉസൂലുൽ ഫിഖ് പഠിക്കാതെ വെറും ഇംഗ്ലീഷും ഉറുദുവും ഹിന്ദിയും അറബിയും ഭാഷയിൽ മാത്രം ഒതുങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ച ദുരന്തമാണിത്. ഇസ്ലാമിന്റെ ഉസൂലാണ് അന്നഹു ലാ യസൂ ഇൽതിസാം സിഫത്തിൻ ലം തരിദ് അൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇബാദത്തിൻ മിനൽ ഇബാദാത്ത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആരാധനയിൽ പ്രവാചകൻ നൽകാത്ത ഒരു സിഫത്ത് സ്വീകരിക്കാൻ ഒരാൾക്കും അധികാരമില്ല. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, മുല്ല അഹ്മദ് റൂമി അദ്ദേഹത്തിന്റെ മജാലിസുൽ അബ്റാറിൽ നമ്മൾ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കിതാബ് തിരിയുന്ന മുസ്ലിയാക്കന്മാരെ, കിതാബ് തിരിയുന്ന ഉസ്താദുമാരെ, കിതാബ് അറിയുന്ന പണ്ഡിതന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇത്തരം വിവരക്കേട് പറയുന്ന ഹുദവിമാരുടെ വിവരക്കേടിൽ നിന്ന് കയ്യും കാലും മുളച്ച ആളുകളുടെ പിന്നിൽ പോയി അന്തം വിട്ട് പ്രമാണങ്ങളോട് പ്രതിബദ്ധതയില്ലാതെ നിങ്ങൾ നിന്നാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മുല്ല അഹമ്മദ് റൂമി പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഏത് കാര്യമാണെങ്കിലും പ്രവാചകൻ 20 നമസ്കരിക്കാതെ 11 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ 20 ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മഹാനവരുകൾ പറയുന്നു അവിടെ 6 കാര്യമുണ്ടാകും. 6 കാര്യം കൊണ്ടായിരിക്കും പ്രവാചകൻ ഈ 20 ഉപേക്ഷിക്കുന്നത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് പ്രവർത്തിക്കാൻ ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കും. അദമിൽ ഹാജ, പ്രവാചകൻ 20 നമസ്കരിക്കാത്തത് ഒന്നുകിൽ അതിന് ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കും. ഇല്ലേ, അള്ളാഹുവിന്റെ റസൂലിന് സ്വർഗത്തോട് അടുക്കാൻ താല്പര്യമല്ലേ? രാത്രിയിൽ പ്രവാചകൻ തഹജ്ജുദിന് നിന്ന് നമസ്കരിച്ചിട്ട് മണിക്കൂറുകളോളം നിന്നിട്ട് കാലിൽ നീര് വരുന്ന അവസ്ഥയിൽ പ്രവാചകൻ നീണ്ട നൃത്തം നിൽക്കുമ്പോ എന്തേ ആ പ്രവാചകന് 11 ഇത്ര നീട്ടി നമസ്കരിക്കുമ്പോ എന്തേ 23 ആക്കിക്കൂടായിരുന്നോ? പ്രവാചകൻ ആവശ്യമുണ്ട്, എന്നിട്ടും പ്രവാചകൻ 11 വർദ്ധിപ്പിച്ചിട്ടില്ല. അതുപോലെ രണ്ടാമതായി മഹാനവരുകൾ പറയുന്നു, ഒന്നുകിൽ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് റസൂലുള്ള 20 നമസ്കരിക്കുക, അതല്ലെങ്കിൽ 20 നമസ്കരിക്കാതിരിക്കുക, അതുമല്ലെങ്കിൽ വല്ല തടസ്സവും ഉള്ളത് കൊണ്ടായിരിക്കും. പ്രവാചകൻ 23 നമസ്കരിക്കുന്നതിനെ തടയാൻ അവിടെ ആരാണുള്ളത് സഹോദരങ്ങളെ? ആരുമില്ല. അതല്ലെങ്കിൽ മഹാനവരുകൾ പറയുന്നു ഔലി അദമി തനബ്ബുഹി, അല്ലെങ്കിൽ പ്രവാചകൻ അതിനെ കുറിച്ച് ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കും. ഹുദവിമാരെ, അള്ളാന്റെ റസൂലിന് 23 നമസ്കരിക്കാൻ ഓർമ്മയില്ലാതെ വന്നു, നിങ്ങൾക്ക് ഓർമ്മയായി എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിന്റെ ദുരന്തം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. തുടർന്ന് മഹാനവരുകൾ പറയുകയാണ് ഔലിത്ത കാസുലി, അല്ലെങ്കിൽ മടി കൊണ്ടായിരിക്കും. 11 നമസ്കരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 നമസ്കരിക്കാത്തത് മടി കാരണമായിരിക്കും. ഔലിൽ കറാഹത്തി, അല്ലെങ്കിൽ ഒരു വെറുപ്പുള്ളത് കൊണ്ടായിരിക്കും. ഔലി അദമി മശ്റൂഇയ്യതിഹി, അല്ലെങ്കിൽ ഇസ്ലാമിൽ ശറഇൽ അത് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ഈ 6ാമത്തെ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ സംഭവിച്ചത്. മഹാനായ മുല്ല അഹ്മദ് റൂമി പറയുകയാണ്, ലം യകും മിന്നാ മാനിഉൻ വലാ യുവന്നു ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദബു തനബുഹി. അല്ലാഹുവിന്റെ റസൂലിന് ഇങ്ങനെ 23 നമസ്കരിക്കണം എന്നതിനെ കുറിച്ച് ഒരു ബോധവും ഇല്ലാതെ ആയിരുന്നു. നമുക്ക് ബോധമുണ്ടായി എന്ന് പറയാൻ പാടില്ല. ഒത്ത കാസുലി, പ്രവാചകന് 20 നമസ്കരിക്കുന്നത് മടിയായത് കൊണ്ടാണ് നമസ്കരിക്കാതെ പോയത് എന്ന് പറയാൻ പാടില്ല. അതാ അത് ഏറ്റവും മോശമായ ചിന്തയാണ്. അൽ മുഅദ്ദീൽ കുഫ്രി, കുഫ്രിയത്തിലേക്ക്, അവിശ്വാസത്തിലേക്ക് ചേർക്കുന്ന പ്രവർത്തനമാണ്. അതിഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാന്റെ റസൂലിന് 23 നമസ്കരിക്കാൻ മടിയായിരുന്നു, അള്ളാന്റെ റസൂലിന് 23 നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് ബോധമില്ലായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് എങ്കിൽ ഏറ്റവും അപകടകരമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്, ഇവിടെ
ഹുദവിമാർ നടത്തുന്ന ഈ തെറ്റായ പ്രചരണങ്ങൾ, തമീമുദ്ദാരിയെ കൊണ്ട് റസൂലുള്ളാഹിയുടെ സഹാബി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു 23 നമസ്കരിക്കാൻ കൽപ്പിച്ചു എന്ന് പറയുന്നത് കിതാബിൽ അവർ അട്ടിമറി നടത്തിയിരിക്കുകയാണ്. അവർ അത് തിരുത്തേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എന്റെ സഹോദരങ്ങൾ പഠനം നടത്തണം, ഇത്തരം ആളുകളുമായി ഇരിക്കണം. മാത്രമല്ല, ഞാൻ ഒന്നുകൂടെ ഉണർത്തുകയാണ്, ദുബായിൽ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഓണർ ബഹുമാനപ്പെട്ട അബൂ ഇസാൻ ദുബൈയിലുണ്ട്. അദ്ദേഹവുമായി നിങ്ങൾ ബന്ധപ്പെടുക. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിങ്ങൾ വരിക, അവിടെ വന്ന് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ നിങ്ങൾ മേടിക്കുക. എന്നിട്ട് നിങ്ങൾ അദ്ദേഹവുമായി ദുബായിൽ ഇരിക്കൂ. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന്റെ രേഖകൾ, റസൂലുള്ളാഹിയുടെ ഹദീസ് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തത്, ബുഖാരി റിപ്പോർട്ട് ചെയ്തത്, ഇബ്നു ഹുസൈമ റിപ്പോർട്ട് ചെയ്തത്, ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്തത്, ജാബിർ അബ്ദുള്ള പറഞ്ഞത്, അതുപോലെ ഇമാം ദൈലഖി പറഞ്ഞത്, ഹാഫിളുദ്ദീൻ പറഞ്ഞത്, ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, സമസ്തക്കാർക്ക് ഏറെ പ്രിയങ്കരനായ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ഫതാവൽ കുബ്രയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി നിങ്ങൾക്ക് രേഖകൾ ഞങ്ങൾക്ക് നൽകാം. ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഹുദവി കേരളത്തിലെ മലയാളികളെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പച്ചക്കള്ളമുണ്ടല്ലോ, നട്ടാൽ മുളക്കാത്ത നുണയുണ്ടല്ലോ, നാളെ റബ്ബിന്റെ കോർട്ടിൽ വെച്ച് വിചാരണ ചെയ്യപ്പെടുമ്പോ തമീമുദ്ദാരിയോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 20 നമസ്കരിക്കാൻ കൽപ്പിച്ചു എന്ന് പറയുന്ന പച്ചക്കള്ളം, അദ്ദേഹം ഞങ്ങളുടെ സഹോദരന്മാരുടെ മുമ്പിൽ അതിന്റെ രേഖ സമർപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.